നമസ്കാരം. തലസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമം, അതിന്റെ ഗതി ഇപ്പോ പാർട്ടിക്ക് കുറിച്ച് കടുത്ത നിലയിലേക്കാണ് പോകുന്നത്. റഹീമിന് അടക്കമുള്ളവർക്ക് സെൻട്രൽ ജയിലിൽ ഉണ്ട തിന്നാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട കള്ളപ്പണ കേസ് അന്വേഷിക്കാൻ എത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് അവർ പരിക്കേൽപ്പിച്ച സംഭവം CPM നേതൃത്വത്തെ ആകെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. റെയ്ഡ് നടക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്ത് അഴിച്ചുവിട്ട അക്രമങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു തിരക്കഥ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കേസിൽ അറസ്റ്റിലായിട്ടുള്ള CPM ഗുണ്ടകൾ ഇപ്പോൾ ജയിലിലാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ കോടതി പറഞ്ഞത് ഇത് രാജ്യദ്രോഹ കുറ്റമാണ് എന്നാണ്. ആ നിലയ്ക്ക് ഇനി എന്നായിരിക്കും ഇവർക്ക് ജാമ്യം ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കേസിൽ അറസ്റ്റിലായ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള IP ബിനു ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യ ഹർജി കോടതി തള്ളിയതോടെ വരുന്ന ദിവസങ്ങളിൽ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാകും. പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തൊട്ടു മുമ്പ് IP ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലെ വരികൾ CPMന് വരും ദിവസങ്ങളിൽ വലിയ പ്രഹരമായി മാറും എന്ന് ഉറപ്പാണ്. പിടിച്ചതല്ല, പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എന്റെ നിലപാടും ശരിയും എന്നാണ് ബിനു ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. ഈ പോസ്റ്റ് വെറുമൊരു രാഷ്ട്രീയ പ്രതികരണമല്ല, മറിച്ച് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പാർട്ടി നേതൃത്വം നൽകിയ കൃത്യമായ ഉത്തരവാദിത്വം താൻ നടപ്പിലാക്കി എന്നതിന്റെ പരസ്യമായ കുറ്റസമ്മതമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കുറ്റത്തിന് പാർട്ടി നേതാക്കളെ കൂടി പ്രതി ചേർക്കാൻ ഇടിക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ ആയുധമായിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മാറും. കേന്ദ്ര ഉദ്യോഗസ്ഥരെ ചുടുകട്ട കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തില് പാർട്ടിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് നേതാക്കളെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തല് തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ IP ബിനു ഉൾപ്പെടെയുള്ളവർക്ക് ദീർഘനാൾ ജാമ്യം ലഭിക്കാതെ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. സമാനമായ രീതിയിൽ മറ്റൊരു കേസിൽ റെയ്ഡിനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ബംഗാളിലെ നേതാക്കള് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ജയിലിലാണ് എന്നത് ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. 2-3 ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിലോ ഒക്കെ പുറത്തിറങ്ങി സിന്ദാബാദ് വിളിച്ച് ആഘോഷപൂർവ്വം വരവേറ്റ് പോകാം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ എത്ര വർഷം കഴിയാണ് ഇനി ജാമ്യം ലഭിക്കാൻ, അല്ലെങ്കിൽ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നതുപോലും ഇപ്പോൾ യാതൊരു തിട്ടവുമില്ലാത്ത അവസ്ഥയിലാണ്. IP ബിനുവിന്റെ കുറ്റസമ്മതത്തിന് പിന്നാലെ കേസിൽ 1ാം സാക്ഷിയാകാൻ സാധ്യതയുള്ള വാടകക്കാരന്റെ ഡ്രൈവർ ശ്യാമിനെ സ്വാധീനിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള റഹീം നേരിട്ട് രംഗത്തിറങ്ങിയെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അക്രമികൾ തകർത്ത കാറിന്റെ ഡ്രൈവറായ ശ്യാം താനൊരു CPM അനുഭാവി ആയിരുന്നിട്ടും തന്റെ ഉപജീവന മാർഗം തകർത്തതിലുള്ള വിഷമം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് റഹീം ശ്യാമിനെ നേരിട്ട് വിളിക്കുകയും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി വലിയ തുക നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു മാനുഷിക പരിഗണനയായി തോന്നാമെങ്കിലും വിചാരണ വേളയിൽ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഏറ്റവും നിർണായക സാക്ഷിയെ ഒപ്പം നിർത്താനും പ്രലോഭിപ്പിക്കാനുമുള്ള പ്രത്യക്ഷ നീക്കമായിട്ടാണ് ഇ ഡി ഉൾപ്പെടെയുള്ളവർ ഇതിനെ കാണുന്നത്. കേസ് കോടതിയിലെത്തുമ്പോൾ ഡ്രൈവർ മൊഴി മാറ്റിയാൽ പോലും വിചാരണയ്ക്ക് മുമ്പ് പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഉന്നത നേതാവ് സാക്ഷിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ചർച്ചകളും കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കും. ഇത് റഹീമിനെയും പ്രതിരോധത്തിലാക്കും. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതിഭാഗം ശ്രമിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി പ്രോസിക്യൂഷന് ആവശ്യമില്ല. നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സാക്ഷിയെ സ്വാധീനിക്കാൻ MP പദവിയിലിരിക്കുന്ന ഒരാൾ ശ്രമിച്ചത് കോടതിയും അതീവ ഗൗരവത്തോടെയാണ് കണക്കിലെടുത്തിട്ടുള്ളത്. ഇതാണ് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ചുരുക്കം പറഞ്ഞാൽ പാർട്ടിയെ രക്ഷിക്കാൻ മറ്റു പാർട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി റഹീം നടത്തിയ ഒരു ഇടപാട്, ആ ഇടപാട് ഈ പാർട്ടി അണികളെ അല്ല അന്തംകമ്മികളെ ഏറെക്കാലം ജയിലിലടയ്ക്കാനുള്ള ഒരു മാർഗമായി മാറി എന്നതാണ് കഷ്ടം. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കുമ്പോഴാണ് നിലവിലെ സംഭവവികാസങ്ങൾ CPMന് കടുത്ത തിരിച്ചടിയായി മാറുന്നത്. ക്രമസമാധാന തകർച്ചയും കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണവും ചൂണ്ടിക്കാട്ടി കേസ് CBIക്ക് വിട്ടാൽ അന്വേഷണം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് നേരിട്ടെത്തും. ഗൂഢാലോചനയിൽ പങ്കാളികളായ ഉന്നതരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും CBIക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് താൻ ചെയ്തത് എന്ന IP ബിനുവിന്റെ പരസ്യമായ വെളിപ്പെടുത്തൽ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പുറത്തുകൊണ്ടുവരാനും നേതാക്കളുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനുമാണ് ED യുടെ നീക്കം. കടകംപള്ളി സുരേന്ദ്രൻ, റഹീം, ജോൺ ബ്രിട്ടാസ്, MP ഗോവിന്ദൻ, B ജോയ് അടക്കമുള്ള നേതാക്കളാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൂടാതെ ബ്രാഞ്ചുകളിലേക്ക് ബന്ധപ്പെട്ട് എത്രയും വേഗം കഴിയുന്നത്ര പ്രവർത്തകർ സംഭവ സ്ഥലത്ത് എത്തണമെന്ന നിർദ്ദേശം നൽകിയത് ആര്യ രാജേന്ദ്രനാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ഉന്നത നേതാക്കളുടെ അറിവോടെ അല്ലാതെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ
രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി CPM പ്രാദേശിക നേതൃത്വം അഴിച്ചുവിട്ട അക്രമം ഇപ്പോൾ പാർട്ടിയുടെ തന്നെ അന്തകനായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നിയമത്തിന്റെ വഴിയിലൂടെ നീങ്ങുന്ന കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഫലിക്കില്ല എന്ന സൂചനയാണ് കോടതി നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും ഉന്നതതല ചോദ്യം ചെയ്യലുകളിലേക്കും കേസ് വഴിമാറുമെന്നും അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക് എത്തി അവർ ജയിലിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നും ഉറപ്പാണ്. Different angles. Don't forget to subscribe and support this channel.